Hi all, വെൽക്കം ടു അവർ ചാനൽ ഓൺലൈൻ ആൻസേഴ്സ്. ഇപ്പോൾ ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജി പാഠപുസ്തകത്തിലെ കുഞ്ഞറക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ മൈക്രോസ്കോപ്പിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഇതിൽ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിലേക്ക് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ ആവശ്യമായ ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഒന്നാമതായിട്ട് മൈക്രോസ്കോപ്പിൻ്റെ ഉപയോഗങ്ങൾ ഏതെല്ലാം, മൈക്രോസ്കോപ്പിൻ്റെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, മൈക്രോസ്കോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളുടെ ഉപയോഗങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ലെൻസുകൾ കാണപ്പെടുന്നത് എവിടെയെല്ലാം. ഇതിനു പുറമെ ടെക്സ്റ്റ് ബുക്കിലെ 2 സൂചകങ്ങളുടെ ഉത്തരങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മൈക്രോസ്കോപ്പിൽ ദർപ്പണം ഘടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്, നിരീക്ഷണ വസ്തു വെക്കാൻ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച സ്ലൈഡ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്, അതുപോലെ മൈക്രോസ്കോപ്പിൽ ലെൻസുകൾ കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതെല്ലാം, പിന്നെ ആവർത്തന ശേഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പാഠപുസ്തകത്തിലേക്ക് അതല്ലെങ്കിൽ നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിലേക്ക് പകർത്തി എഴുതാൻ ഒരുപാട് സഹായകമാകുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഇത് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മൈക്രോസ്കോപ്പ് എന്ന വാക്ക് ഉണ്ടായത് എങ്ങനെയാണെന്ന് നോക്കാം. ചെറിയത് എന്നർത്ഥമുള്ള മൈക്രോ എന്ന ഗ്രീക്ക് വാക്കും കാണുക എന്നർത്ഥമുള്ള സ്കോപ്പൈൻ എന്ന ഗ്രീക്ക് വാക്കും ചേർന്നാണ് മൈക്രോസ്കോപ്പ് എന്ന വാക്കുണ്ടായത്. ജിയോവാനി ഫേബ് ആണ് മൈക്രോസ്കോപ്പ് എന്ന പേര് സംഭാവന ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്? ഒരു വസ്തുവിനെ വലുതായി നിരീക്ഷിക്കാനാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. നഗ്ന നേത്രം കൊണ്ടു കാണാനാവാത്ത വസ്തുക്കളെ മൈക്രോസ്കോപ്പിലൂടെ വലുതായി കാണാനാകും. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അൾട്രാ മൈക്രോസ്കോപ്പ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള മൈക്രോസ്കോപ്പുകളുണ്ട്. സാധാരണ മൈക്രോസ്കോപ്പിലൂടെ 1000 മടങ്ങ് വലുപ്പത്തിൽ ഒരു വസ്തുവിനെ നിരീക്ഷിക്കാമെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ 1,00,000 മടങ്ങ് വലുപ്പത്തിൽ കാണാൻ സാധിക്കും. ഇനി പാഠപുസ്തകത്തിലെ ചിത്രം 1.1 കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പിന്നെ ബ്ലാങ്ക് ആയി കിടക്കുന്ന കോളത്തിൽ ഫില്ല് ചെയ്യാനുള്ള ഭാഗങ്ങളുടെ പേര് ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ ഭാഗം എ, അത് ഐ പീസ്, ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് ഐ പീസ്. അതിന് താഴെ 2 തരത്തിലുള്ള നോബുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ബി എന്താണ്, നോബുകൾ. പിന്നെ സി ആണ് എന്ത്, ഒബ്ജക്റ്റീവ് ലെൻസ്. പിന്നെ ഡി സ്റ്റേജും ക്ലിപ്പും. പിന്നെ സി കണ്ടൻസർ, ഇ കണ്ടൻസർ, എഫ് മിറർ. അപ്പോൾ എ ഐ പീസ്, ബി നോബുകൾ, സി ഒബ്ജക്റ്റീവ് ലെൻസ്, ഡി സ്റ്റേജും ക്ലിപ്പും, ഇ കണ്ടൻസർ, എഫ് മിറർ. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിവിടെ വിശദീകരിക്കാം. നിങ്ങൾക്ക് ശാസ്ത്ര പുസ്തകത്തിൽ അത് പകർത്തി എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഐ പീസ് എന്താണെന്ന് നോക്കാം. വസ്തുവിനെ നോക്കി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗമാണെന്ത്, ഐ പീസ്. ഇത് മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഐ പീസിൽ ലെൻസ് കാണപ്പെടുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഭാഗമാണ് നോബുകൾ. ഐ പീസിന്റെ ഉയരം കൂട്ടാനും കുറക്കാനും ഉപയോഗിക്കുന്ന 2 വ്യത്യസ്ത തരം ചക്രങ്ങൾ ഉണ്ട്. അവയെയാണെന്ത്, നോബുകൾ എന്ന് പറയുന്നത്. ഐ പീസിന്റെ ഉയരം ക്രമീകരിച്ച് നിരീക്ഷിക്കേണ്ട വസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ നോബുകൾ ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് ഒബ്ജക്റ്റീവ് ലെൻസ്. നിരീക്ഷിക്കേണ്ട വസ്തുവിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിനടുത്ത് കാണുന്ന ലെൻസിനെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി ഒരു സസ്യകോശമോ ജന്തുകോശമോ ഒക്കെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു നമ്മളവിടെ ആ സ്റ്റേജിൽ ക്ലിപ്പിട്ട് വെച്ചിട്ട് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ
ഈ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് നമ്മൾ അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് അതിന് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഭാഗമാണെന്ത്? സ്റ്റേജും ക്ലിപ്പും. അപ്പോൾ അവിടെ ഒരു പരന്നൊരു ഭാഗം കാണാം, അത് സ്റ്റേജിൽ നിരീക്ഷിക്കേണ്ട വസ്തു വെച്ച് ക്ലിപ്പ് വെച്ച് ഉറപ്പിക്കുന്നു. ഇനി അതിൻ്റെ തൊട്ടു താഴെ കാണുന്ന ഭാഗമാണ് കണ്ടൻസർ. സ്റ്റേജിൻ്റെ അടിഭാഗത്തായി കാണുന്ന ഭാഗത്തെ കണ്ടൻസർ എന്ന് പറയുന്നു. അതിൻ്റെ ധർമ്മം പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നതാണ്. പ്രകാശത്തിൻ്റെ തീവ്രത ക്രമീകരിക്കുന്ന ഭാഗമാണ് ഡയഫ്രം. കണ്ടൻസറിലാണ് ഡയഫ്രം കാണപ്പെടുന്നത്. അപ്പോൾ ഈ കണ്ടൻസറിലെ ഒരു ഡയഫ്രം ഉണ്ട്. ഈ ഡയഫ്രം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ പ്രകാശത്തിൻ്റെ തീവ്രത നമുക്ക് ക്രമീകരിക്കാൻ കഴിയും. ഇനി ആറാമത്തെ ഭാഗമാണ് മിറർ. മിററിന് 2 വശങ്ങളുണ്ട്. ഇത് ഘടിപ്പിച്ചിരിക്കുന്നത് ഒരു ലോഹ വളയത്തിലാണ്. ഒന്നാമത്തെ ഭാഗം ഉള്ളിലേക്ക് അല്പം കുഴിഞ്ഞിരിക്കുന്ന ഭാഗമാണ്. ഇതിനെയാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം പരന്ന ഭാഗമാണ്. അതിനെ നമ്മൾ പ്ലെയിൻ മിറർ ഓർ സമതല ദർപ്പണം എന്ന് പറയുന്നു. കൃത്രിമമായ പ്രകാശത്തെ മൈക്രോസ്കോപ്പിലേക്ക് പ്രതിഫലിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് കോൺകേവ് മിറർ. സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണം. ഇനി അപ്പോൾ മൈക്രോസ്കോപ്പിന്റെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് പറയുന്നു? ഒന്നിൽ കൂടുതൽ ലെൻസുകൾ കാണപ്പെടുന്ന മൈക്രോസ്കോപ്പിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നു. ഇനി ഒരു മൈക്രോസ്കോപ്പിൽ ലെൻസുകൾ കാണപ്പെടുന്നത് എവിടെയെല്ലാം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ഐ പീസിൽ കാണപ്പെടുന്നു. പിന്നെ നമ്മൾ മൂന്നാമത്തെ ഭാഗം പറഞ്ഞല്ലോ, ഒബ്ജക്റ്റീവ് ലെൻസ്, അവിടെയും കാണപ്പെടുന്നുണ്ട്. പിന്നെ കണ്ടൻസറിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഐ പീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, കണ്ടൻസർ, ഈ 3 ഭാഗങ്ങളിലാണ് ഒരു മൈക്രോസ്കോപ്പിൽ ലെൻസുകൾ കാണപ്പെടുന്നത്. പിന്നെ മൈക്രോസ്കോപ്പിന്റെ വേറൊരു പ്രത്യേകതയാണ് എന്ത്? ആവർത്തന ശേഷി, അതായത് മാഗ്നിഫിക്കേഷൻ പവർ. എന്താണ് ആവർത്തന ശേഷി? ഒബ്ജക്റ്റീവ് ലെൻസിലും ഐ പീസിലും കാണുന്ന സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി. What is compound microscope? The compound microscope is the most familiar form of optical microscope. A compound microscope utilizes multiple lenses to provide magnification. A typical compound microscope will include a viewing lens that magnifies an object 10 times and 4 secondary lenses that magnify an object 10, 40 or 100 times. Light is placed below the sample and travels through one of the secondary lenses and the viewing lens and is thus magnified twice. For instance, if you use the 40 magnification lens with the 10 magnification viewing lens, the object you are viewing will be magnified 10 times, 40 or 400 times. അതായത് വ്യത്യസ്ത ആവർത്തന ശേഷിയുള്ള 3 ഒബ്ജക്റ്റ് ലെൻസുകൾ ഘടിപ്പിക്കാവുന്നതാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ആദ്യത്തെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ നിർമ്മാതാവ് സച്ചരിയാസ് ജാൻസൺ ആണ്. 1590 ആണ് ഈ കണ്ടെത്തൽ അദ്ദേഹം നടത്തിയത്. 1609 ഗലീലിയോ ഗലീലി കോൺകേവ് കോൺവെക്സ് ലെൻസുകൾ ഉപയോഗിച്ച് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നിർമ്മിച്ചു. 1619 കോർണിലൈസ് ഡ്രബൽ എന്ന ഡച്ച് ശാസ്ത്രജ്ഞൻ 2 കോൺവെക്സ് ലെൻസുകൾ ഉപയോഗിച്ച് മൈക്രോസ്കോപ്പ് നിർമ്മിച്ചു. 1674 ആന്റൺ വാൻ ലീവൻഹുക്ക് ജീവശാസ്ത്രജ്ഞ നിരീക്ഷണങ്ങൾക്കായി സിമ്പിൾ മൈക്രോസ്കോപ്പുമായി രംഗത്തെത്തി. 1863 ഹെൻറി ക്ലിഫൻ സോർബി മെറ്റലർജിക്കൽ മൈക്രോസ്കോപ്പ് കണ്ടെത്തി. 1986 ഗേൾ ബീനിങ് ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പുമായി രംഗത്തെത്തി. ഇനി മൈക്രോസ്കോപ്പുമായി ബന്ധപ്പെട്ട് പാഠഭാഗത്തുള്ള ചില സൂചകങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പറയാൻ പോകുന്നത്. മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. മൈക്രോസ്കോപ്പ് എടുക്കുമ്പോൾ നേരെ മുകളിലേക്കായി എടുക്കുക. ഉപയോഗത്തിനു മുമ്പ് മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തുക. പിന്നെ 3-ാമത്തെ കാര്യം, ലെൻസ് പേപ്പർ ഉപയോഗിച്ച് മാത്രം ലെൻസുകൾ വൃത്തിയാക്കുക. 4. ദർപ്പണത്തിൽ നേരിട്ടുള്ള സൂര്യപ്രകാശം പതിപ്പിക്കരുത്. ഇത് കണ്ണിന് കേടുവരുത്താൻ ഇടയാക്കും. 5. ഉപയോഗശേഷം മൈക്രോസ്കോപ്പ് അത് സൂക്ഷിക്കുന്ന ബോക്സിൽ വെക്കണം.
ഇനി പാഠഭാഗത്തുള്ള മറ്റൊരു സൂചകമാണ് മൈക്രോസ്കോപ്പിൽ ദർപ്പണം ഘടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? അതിന്റെ ഉത്തരമാണ് പ്രകാശ സ്രോതസ്സിൽ നിന്ന് പ്രകാശത്തെ ഡയഫ്രത്തിലേക്ക് പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മൈക്രോസ്കോപ്പിൽ ദർപ്പണം ഘടിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു സൂചകമാണ് നിരീക്ഷണ വസ്തു വെക്കാൻ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച സ്ലൈഡ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്? സ്ലൈഡിലൂടെ പ്രകാശം കടന്നു പോയാൽ മാത്രമേ നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം കേന്ദ്രീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഗ്ലാസിന് പ്രകാശത്തെ കടത്തിവിടാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത കോശങ്ങളെ സാധാരണ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് കാണാൻ കഴിയും. 1930കളിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കണ്ടുപിടുത്തത്തോടെ കോശത്തിന്റെ സൂക്ഷ്മഘടനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു തുടങ്ങി. സാധാരണ മൈക്രോസ്കോപ്പിലൂടെ 1500 മടങ്ങ് വരെ വലിപ്പത്തിൽ വസ്തുക്കളെ കാണാൻ കഴിയുമ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ 2,00,000 മടങ്ങ് വലിപ്പത്തിൽ വസ്തുക്കളെ കാണാൻ കഴിയും. അപ്പോൾ വസ്തുക്കളെ വലുതാക്കി കാണിക്കലാണ് മൈക്രോസ്കോപ്പിന്റെ ധർമ്മം. ഇതിനായി മൈക്രോസ്കോപ്പിൽ വിവിധതരം ലെൻസുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഐ പീസിലും ഒബ്ജക്റ്റീവ് ലെൻസിലും കണ്ടൻസറിലുമായിട്ട് വിവിധതരം ലെൻസുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് പുറമെ താഴ്ഭാഗത്ത് കോൺകേവ് മിറർ, പ്ലെയിൻ മിറർ എന്നിവയുണ്ട്. പിന്നെ പ്രകാശ തീവ്രത ക്രമീകരിക്കുവാൻ ഡയഫ്രം ഉണ്ട്. പിന്നെ ഒബ്ജക്റ്റ് വെക്കുവാൻ നമുക്ക് സ്റ്റേജും ക്ലിപ്പും ഉണ്ട്. പിന്നെ ഒബ്ജക്റ്റിലേക്ക് പ്രകാശം കടത്തിവിട്ട് അതിനെ നമുക്ക് കാണാൻ സാധിപ്പിക്കുന്നത് ഒബ്ജക്റ്റീവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു മൈക്രോസ്കോപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി കൂടുതൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.